പ്രിയ സുഹൃത്തുക്കളെ, മുന്നോക്ക സമുദായ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാ പരിശീലനത്തിന് സ്കോളർഷിപ്പുകൾ നമ്മുടെ സർക്കാർ നൽകുന്നുണ്ട്. കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് ലിമിറ്റഡിന്റെ ചുമതലയിലാണ് സമുന്നതി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്കോളർഷിപ്പ് സ്കീം നൽകുന്നത്. നമുക്കിപ്പോൾ കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് ലിമിറ്റഡിന്റെ വെബ്സൈറ്റിലേക്ക് വരാം. kswcfc.org എന്നാണ് സൈറ്റ് അഡ്രസ്. ഈ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രോളിംഗ് ന്യൂസ് കാണാൻ സാധിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ വിദ്യാസമുന്നതി കോച്ചിങ് അസിസ്റ്റന്റ് സ്കീം. അതിന്റെ അവസാന തീയതി 9/10/2020 ഒക്ടോബർ മാസം 9-ാം തീയതിയാണ് ഈ സ്കീമിൽ അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി. മെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബാങ്ക്, PSC, മറ്റ് മത്സര പരീക്ഷകൾ, സിവിൽ സർവീസ് പരീക്ഷകൾ തുടങ്ങിയവയ്ക്ക് തയ്യാറാകുന്ന കുട്ടികൾക്കാണ് ഈ സ്കീമിൽ സ്കോളർഷിപ്പ് ലഭിക്കുക. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയാത്ത മുന്നോക്ക സമുദായ വിദ്യാർത്ഥികൾക്കാണ് മത്സര പരീക്ഷാ പരിശീലനത്തിന് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അവസാന തീയതി 9/10/2020 ആണെന്ന് ഓർക്കുക. നമുക്കിവിടെ ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ പേജിൽ തന്നെ 2-3 ഭാഗത്തായിട്ട് അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ സ്കീമിനെ സംബന്ധിച്ച് വിശദാംശങ്ങളുള്ള പേജിലേക്ക് പോകും. കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് ലിമിറ്റഡിന്റെ സ്കീമുകളെ സംബന്ധിച്ചുള്ള പേജിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കോച്ചിങ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതോടൊപ്പം സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന മറ്റൊരു സെക്ഷൻ ഉണ്ട്. ഇത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല. സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസ്, നമുക്ക് കോച്ചിങ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന സെക്ഷനാണ് നോക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ സിവിൽ സർവീസ്, PSC, ബാങ്ക്, UPSC, SSC തുടങ്ങിയ മത്സര പരീക്ഷകൾ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾ തുടങ്ങിയവയ്ക്ക് തയ്യാറാകുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നത്. നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഞാൻ അടുത്തൊരു പേജ് ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാങ്ക്, PSC, UPSC മറ്റ് മത്സര പരീക്ഷകൾക്കുള്ള പരിശീലന ധനസഹായ പദ്ധതിയുടെ പേജാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലൊരു പേജ് വരും. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏറ്റവും താഴെ ഐ ഹിയർബൈ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് റീഡ്, അണ്ടർസ്റ്റുഡ് ആൻഡ് അഗ്രീഡ് ടു അബൈഡ് ബൈ ദ ഗൈഡ്ലൈൻസ് ഓഫ് സ്കീം എന്നുള്ള ഒരു എഗ്രിമെന്റ് ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്താൽ ഈ സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ സ്കീമും സെലക്ട് ചെയ്യുമ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ PSC ഓർ ബാങ്ക് അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാം ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് വരും. അതിനുശേഷം താഴെ ഈ എഗ്രിമെന്റ് ടിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്താൽ വരുന്നത് ഇതുപോലൊരു പേജ് ആയിരിക്കും. ഇവിടെ നമുക്ക് 1 ടൈം യൂസർ ID ലഭ്യമാണ്. ആ യൂസർ ID ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് നമ്പർ ഉപയോഗിച്ചാണ് സ്കീമിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പേജിൽ വരുമ്പോൾ ഏറ്റവും മുകളിൽ കാണാൻ ന്യൂ യൂസർ, ക്ലിക്ക് ഹിയർ ഫോർ ഡേറ്റ ബാങ്ക് രജിസ്ട്രേഷൻ. ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ ആ മെമ്പർഷിപ്പ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഈ സ്കീമിനെ സംബന്ധിച്ചുള്ള ഗൈഡ്ലൈൻസ് വായിക്കണമെങ്കിൽ പ്ലീസ് ക്ലിക്ക് ഹിയർ ഫോർ സ്കീം ഗൈഡ്ലൈൻസ് എന്നുള്ള ലിങ്ക് ഇവിടെ വലതുവശത്ത് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഗൈഡ്ലൈൻസ് നമുക്ക് വായിക്കാൻ സാധിക്കും. പുതുതായിട്ട് വരുന്നൊരു വ്യക്തി ക്ലിക്ക് ഹിയർ ഫോർ ഡേറ്റ ബാങ്ക് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ അതിന്റെ രജിസ്ട്രേഷന്റെ മറ്റൊരു പേജിലേക്ക് വരും. ഇതാണ് അതിന്റെ രജിസ്ട്രേഷൻ പേജ്. ഇവിടെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തി യൂസർ നെയിം 2 തവണ ഇവിടെ കൊടുക്കണം. രജിസ്ട്രേഷന്റെ കോളം ഇതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ലോഗിൻ ചെയ്യാനുള്ള പേജാണ്. റൈറ്റ് സൈഡിലാണ് രജിസ്റ്റർ ചെയ്യാനുള്ള കോളം കൊടുത്തിരിക്കുന്നത്. അവിടെ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, അതാണ് യൂസർ നെയിമായിട്ട് എടുക്കേണ്ടത്. നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID 2 തവണ ഇവിടെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ 2 തവണ ടൈപ്പ് ചെയ്യുക.
മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയാണ് യൂസർ നെയിമായിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ പാസ്വേഡ്, ഇമെയിലാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ ഇമെയിലിലേക്ക് പാസ്വേഡ് വരും, മൊബൈൽ നമ്പറാണ് കൊടുത്തതെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് പാസ്വേഡ് വരും. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ പേജിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അതിന്റെ ഗൈഡ് ലൈൻസ് നമുക്കൊന്ന് നോക്കാം. മെഡിക്കൽ പരിശീലനത്തിന് പോകുന്ന, എഞ്ചിനീയറിംഗ് മെഡിക്കൽ പരിശീലനത്തിന് പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് kswcfc.org എന്നുള്ള വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഒരു തവണ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ രജിസ്ട്രേഷന്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഒക്കെ എവിടെയും കുറിച്ച് വെക്കണം. അത് ഏത് സ്കോളർഷിപ്പ് സ്കീം ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും എവിടെയെങ്കിലും വളരെ സൂക്ഷ്മതയോടുകൂടി എഴുതി വെക്കുക എന്നുള്ളതാണ്. എല്ലാ സ്കീമിലും വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരിശീലനത്തിനാണെങ്കിലും ബാങ്ക് പരിശീലനത്തിനാണെങ്കിലും ഏതിനായാലും മാക്സിമം വരുമാനം 2 ലക്ഷം രൂപ മാത്രമേ ഇവിടെ അനുവദിച്ചിട്ടുള്ളൂ. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരിശീലനത്തിന് പോകുന്ന കുട്ടികൾ SSLC പഠനം പൂർത്തിയായവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നീ വിഷയങ്ങൾ ഓരോന്നിനും B+ ഗ്രേഡ് അല്ലെങ്കിൽ 70% കുറയാത്ത മാർക്ക് നേടിയിരിക്കണമെന്നൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ +2 പഠനം പൂർത്തിയായവർ ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങളിൽ ഓരോ വിഷയത്തിനും B+ ഗ്രേഡ് അല്ലെങ്കിൽ 70% കുറയാത്ത മാർക്ക് നേടിയിരിക്കണം. 20 വയസ്സാണ് അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രായപരിധി. ധനസഹായം 605 കുട്ടികൾക്കാണ് ലഭിക്കുക. ബിരുദാനന്തര ബിരുദതലത്തിലേക്ക് പ്രവേശനത്തിന് വേണ്ടി മത്സര പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന കുട്ടികൾക്ക് അവരുടെ ബിരുദ പഠന സമയത്ത് അല്ലെങ്കിൽ ആ ഡിഗ്രിക്ക് 60% മാർക്ക് നേടിയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായപരിധി ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ബിരുദാനന്തര ബിരുദ പരിശീലനത്തിന് 200 കുട്ടികൾക്കാണ് ധനസഹായം അനുവദിക്കുന്നത്. ബാങ്ക് അല്ലെങ്കിൽ PSC പരിശീലനത്തിന് നമ്മുടെ കുടുംബ വാർഷിക വരുമാനത്തിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ അവിടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ കൊടുക്കാനുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അപേക്ഷയ്ക്കൊപ്പം കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ സ്ക്രീനിൽ കാണാം. ഒന്ന്, ജാതി തെളിയിക്കുന്ന രേഖയാണ്. അത് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ്. 2, വരുമാന സർട്ടിഫിക്കറ്റ്. അത് വില്ലേജ് ഓഫീസറാണ് പ്രൊവൈഡ് ചെയ്യുക. പിന്നീട് പരിശീലനം നടത്തുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് ഈ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ്. പിന്നെ അപേക്ഷന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം. അതിന്റെ ആദ്യ പേജിന്റെ പകർപ്പ് ഇവിടെ ലഭ്യമാക്കണം. അതിനകത്ത് അക്കൗണ്ട് നമ്പർ, ബ്രാഞ്ചിന്റെ പേര്, IFSC കോഡ് എന്നിവ വ്യക്തമായിട്ട് വരത്തക്ക രീതിയിൽ സ്കാൻ ചെയ്ത് വേണം എടുക്കാൻ വേണ്ടി. പിന്നീട് ആധാർ കാർഡും അതിന്റെ ഒരു കോപ്പി കൂടെ ഇവിടെ ലഭ്യമാക്കണം. പിന്നീട് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അപേക്ഷയുടെ പകർപ്പൊന്നും കോർപ്പറേഷനിലേക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരിശീലന ധനസഹായം എന്ന് പറയുന്നത് കുട്ടി അടച്ച ഫീസ് തിരികെ നൽകുന്ന രീതിയിലാണ്. അതായത് ഫീസ് അടയ്ക്കുന്നത് കുട്ടികളായിരിക്കും, പിന്നീട് ആ പൈസ തിരിച്ചു കിട്ടും. ധനസഹായമായിട്ട് 800 പേർക്ക് 6000 രൂപയാണ് ബാങ്ക്, PSC, UPSC, SSC പരീക്ഷ സഹായം എന്ന് പറയുന്നത്. എങ്കിലും ആ സ്ഥാപനത്തിൽ മേടിക്കുന്ന ഫീസ് ആണ് യഥാർത്ഥത്തിൽ സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക. 6000 രൂപ ഫീസ് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന്റെ പരിശീലന സഹായം മുമ്പ് ലഭിച്ചവർക്കൊന്നും പുതുതായിട്ട് അപേക്ഷിക്കാൻ പറ്റില്ല. ധനസഹായത്തിന് അപേക്ഷിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് SMS വരും. ആ SMS ലഭിക്കുന്ന അപേക്ഷകരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സിന്റെ പകർപ്പ്, കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് ലിമിറ്റഡ്,
ജവഹർ നഗർ, കവടിയാർ PO, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അയച്ചു കൊടുക്കേണ്ടത്. അവർ അയച്ചു കൊടുക്കേണ്ടത് ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പ്, ജാതി തെളിയിക്കുന്ന ഒരു ഡോക്യുമെന്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, പരിശീലനം നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അപേക്ഷകന്റെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിന്റെ ഫസ്റ്റ് പേജിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി, അവിടെ സ്ഥാപനത്തിൽ ഫീസ് അടച്ചതിന്റെ അസൽ രസീത്, ഒറിജിനൽ രസീത്, ഇത്രയും കാര്യങ്ങളാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. ഇനി സിവിൽ സർവീസ് പരിശീലനത്തിന് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ അവരുടെ പ്രായപരിധി 32 വയസ്സ് വരെയാണ്. ഏതെങ്കിലും പരീക്ഷാ പരിശീലനത്തിനായി സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം ഈ ഒരു കാറ്റഗറിയിൽ അപേക്ഷിക്കേണ്ടത്. സിവിൽ സർവീസ് പ്രിലിമിനറി കോഴ്സിന് 40 പേർക്ക് പരമാവധി 15,000 രൂപ, സിവിൽ സർവീസ് മെയിൻസ് കോഴ്സിന് 20 പേർക്ക് പരമാവധി 25,000 രൂപ, തിരഞ്ഞെടുക്കപ്പെട്ട 10 ഉദ്യോഗാർത്ഥികളിൽ സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പരമാവധി 30,000 രൂപ ധനസഹായമായി നൽകും. പിന്നെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒരിക്കൽ കൂടെ പറയുകയാണ്, 9/10/2020 ആണ്. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയാത്ത മുന്നോക്ക സമുദായ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷ പരിശീലനത്തിനുള്ള ഈ സ്കോളർഷിപ്പ് സ്കീം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ പ്രയോജനപ്പെട്ടെന്ന് വരാം. തീർച്ചയായിട്ടും അവർക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി, പുതിയ വീഡിയോകൾ തയ്യാറാക്കുമ്പോൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ബട്ടൺ അല്ലെങ്കിൽ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തീർച്ചയായിട്ടും വീണ്ടും കൂടുതൽ സ്കോളർഷിപ്പ് വാർത്തകളുമായി, കരിയർ ന്യൂസുകളുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.